അധികൃതരുടെ അനാസ്ഥ കാരണം മലയോര ഹൈവേ നവീകരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നു. ആറളം പാലം മുതൽ എടൂർ വരെയുള്ള റീച്ചിലെ പ്രവൃത്തികളാണ് നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. നവീകരണത്തിന്റെ ഭാഗമായി കാരാപ്പറമ്പ് അയമുക്ക് പ്രദേശങ്ങളിൽ കാന നിർമ്മാണത്തിലും പാർശ്വഭിത്തി നിർമ്മാണത്തിലും അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രദേശവാസികൾ പരാതി ഉയർത്തുന്നത്. ആവശ്യമുള്ളിടത്ത് കാന പ്രവൃത്തി തീർക്കാതെ നിർത്തിയെന്നും മഴക്കാലമായാൽ വെള്ളം വീട്ടുമുറ്റത്തേക്കും കൃഷിയിടത്തിലേക്കും ഒഴുകിയെത്തുന്ന നിലയിലാണ് കാന നിർമ്മിച്ചതെന്നുമാണ് നാട്ടുകാരുടെ ആക്ഷേപം. മലയോര ഹൈവേക്ക് 2016 റോഡിന് വേണ്ടി സ്ഥലം എടുത്തപ്പോൾ എൻ്റെ ഈ വശവും വസ്തു എൻ്റെ തന്നെയാണ്. രണ്ട് വശത്തു നിന്നായിട്ട് 12 മീറ്റർ വീതിയിൽ സ്ഥലം ഒരു പ്രതിഫലമൊന്നും ഇല്ലാതെ എടുത്തുപോയി. ആ സ്ഥലം വേണ്ട വിധം ഉപയോഗപ്പെടുത്താതെ ഇപ്പം റോഡ് എങ്ങനെ അലൈൻമെൻറ്റ് ശരിയാക്കണം എന്നെല്ലാം പറഞ്ഞ് വളച്ച് തിരിച്ചായിട്ടിരിക്കുന്നത്. ഒരു ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ ദൂരം കൊണ്ട് കൂടുതൽ സ്ഥലം പ്രവേശിക്കുക, വളവ് തിരിവുകൾ ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യമുള്ളത്. ഇതല്ല, പരമാവധി മോശമായ വളവുകളും കയറ്റങ്ങളും ആക്കിക്കൊണ്ടാണ് ഈ ഹൈവേ നിർമ്മിച്ചിട്ടുള്ളത് തന്നെ. അതുപോലെ ഈ കനാലുണ്ടല്ലോ 2014 ഉണ്ടാക്കിയപ്പോൾ ഈ ഓവുചാൽ ഇവിടെ നിർമ്മിച്ച് വെച്ചിരുന്നതാണ്. ഇപ്രാവശ്യത്തെ പണിയിൽ ഈ ഓവുചാൽ മണ്ണിട്ട് അവിടെ മൂടി നികത്തിയിട്ട് ഐറിഷ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. ഐറിഷ് ചെയ്യുക വെച്ചാൽ ലെവലാക്കി ഇട്ടിട്ട് പോവുക. അത് പാടില്ല എന്ന് ഞാൻ പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി കൊടുത്തിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വന്ന് നിർദ്ദേശം കൊടുത്ത് എഞ്ചിനീയറെ വിളിച്ചു വരുത്തിയിട്ടാണ് ഈ മൂടിയ കാന ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്ത് ഇത്ര ഭാഗം ക്ലിയർ ആക്കിയിരിക്കുന്നു. ഇതിവിടെ വെള്ളം വന്ന് കെട്ടിക്കിടക്കും സാറേ. ഈ വെള്ളം ഇവിടെ കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ റോഡിൽ കൂടി കവിഞ്ഞാൽ പോവുക. അവിടെ നിന്ന് കണ്ടമാനം വെള്ളം ഒഴുകി വരുന്ന ഈ ഓവുചാലൊക്കെ അവർ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അത് ചെയ്താൽ മാത്രമേ ഇവിടെ വൃത്തിയായിട്ട് കിടക്കുകയുള്ളൂ. അത് ചെയ്യാനുള്ള നടപടി എടുക്കണമെന്ന് പലതവണ പറഞ്ഞിട്ട് ആരും അതിനെപ്പറ്റി ഒരു നടപടി എടുത്തില്ല ഇതുവരെ. അതിനെന്തെങ്കിലും ഒരു നടപടികൾ അധികൃത ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് എനിക്ക് പറയാനുള്ളത്. കരാറുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എസ്റ്റിമേറ്റിൽ ഇങ്ങനെയാണുള്ളതെന്നും പരാതിയുണ്ടെങ്കിൽ കലക്ടറെ സമീപിക്കണം എന്നുമാണ് മറുപടി ലഭിച്ചത്. അയമുക്ക് പ്രദേശത്ത് തന്നെ റോഡിന്റെ പാർശ്വഭിത്തി കെട്ടിയത് കഴിഞ്ഞ മഴക്കാലത്ത് ഇടിഞ്ഞ് അപകട ഭീഷണിയിലാണ്. ആവിലപ്പള്ളിക്കടുത്തുള്ള ആ കലിങ്ങിൻ്റെ ഏരിയയിൽ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം തന്നെയാണ് ആ കലിങ്കിൽ കൂടി ഒഴുകി ഞങ്ങളുടെ പറമ്പിലൂടെ പോകുന്നത്. അതിൻ്റെ അരികിൽ ആ കലിങ്ങിനെ ടെസ്റ്റ് ചെയ്ത സ്ഥലത്ത് ഏകദേശം 6 മീറ്ററോളം ഉയരത്തിലുള്ള സ്ഥലം കരിങ്കൽ ഇടിഞ്ഞു പോയിരിക്കുകയാണ്. പല സ്ഥലത്തും ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ മഴ ഇടിഞ്ഞു പോയപ്പോൾ തന്നെ റോഡ് കോൺട്രാക്ടർ ഓഫീസിൽ പോയി പറഞ്ഞു ഇങ്ങനെ ഇടിഞ്ഞു പോയെന്ന് പറഞ്ഞ് അവർ മാറ്റാനോ നോക്കാനോ വന്നിട്ടില്ല. അത് തന്നെയല്ല, ഈ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം കലിങ്കലിലൂടെ വരുന്നത് ഈ 25 മീറ്ററോളം എൻ്റെ പറമ്പിൻ്റെ മെയിൻ റോഡാണ്. ആ വെള്ളം അവർ കോൺക്രീറ്റ് ചെയ്തിട്ട് ചാലാക്കി തരാമെന്ന് പറഞ്ഞ് അതും ചെയ്തു തന്നിട്ടില്ല. അപ്പോൾ മഴക്കാലം അത് കഴിയുമ്പം കമുകും തെങ്ങും വാഴയും എല്ലാം നശിച്ചു പോവുകയാണ്. ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. 5 മാസം 6 മാസം തുടർച്ചയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അപകടകരമായ സ്ഥിതി, ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വണ്ടിയെങ്കിലും വന്നെങ്കിൽ താഴത്തേക്ക് പോയത് തന്നെയുള്ളൂ. കാരണം അത്ര ഇടിഞ്ഞു പോയി. കലിങ്ങിനെ തെറ്റിയിട്ട് വളരെ ഒരു ഏരിയ ഇടിഞ്ഞു പോയിട്ടുണ്ട്. ദയവായിട്ട് അധികാരികൾ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും വേണ്ടുന്ന സഹായം ചെയ്ത് ഞങ്ങളെ കൃഷിക്കാരെ രക്ഷിക്കുകയും ചെയ്യണം. നാട്ടുകാരെ രക്ഷിക്കണം, റോഡിനെ സംരക്ഷിക്കണം. ഇതെല്ലാം വേണ്ടുന്നത് ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നു. 25 മീറ്റർ അധികം നീളത്തിലുള്ള പാർശ്വഭിത്തിയുടെ പല ഭാഗത്തും പുറത്തേക്ക് തള്ളിയും ചില ഭാഗങ്ങൾ ഇടിഞ്ഞ് പുറത്തേക്ക് വീണും അപകട ഭീഷണിയിലാണ്. ഇതിനോട് ചേർന്നുള്ള കലുങ്കും ഇതോടെ അപകട ഭീഷണിയിലായി. മഴക്കാലം വന്നാൽ റോഡും കലുങ്കും തകരുന്ന അവസ്ഥയാണ്. ആറളം പാലം മുതൽ എടൂർ വരെയുള്ള ഭാഗത്ത് മലയോര ഹൈവേ നവീകരണത്തിൽ അഴിമതി ആരോപിച്ച് നാട്ടുകാർ റോഡ് പ്രവൃത്തി ഒരു ഘട്ടത്തിൽ തടഞ്ഞിരുന്നു. തുടക്കത്തിൽ തന്നെ ഉയർന്നുകേട്ട ക്രമക്കേടിനെ ശരിവെക്കും വിധമാണ് മലയോര ഹൈവേ നവീകരണത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാനിപ്പോൾ നിൽക്കുന്നത് മലയോര ഹൈവേയിലാണ്. ഈ മലയോര ഹൈവേയിലെ മണത്തണ മുതൽ എടൂർ വരെയുള്ള ഈ റീച്ചിൻ്റെ ഈ പ്രവൃത്തി തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഇതിന് വലിയ അഴിമതി നടക്കുന്നുണ്ട് എന്ന് ജനങ്ങളിങ്ങനെ വലിയ ആക്ഷേപം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അത് സാധൂകരിക്കുന്ന തരത്തിൽ ഇവിടെ ഇപ്പോൾ ഈ പ്രവൃത്തിയുടെ പല ഭാഗങ്ങളിലും വലിയ അനാസ്ഥയാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഈ ആവിലപ്പള്ളിക്ക് കുറച്ച് ഇപ്പുറത്തായിട്ട് വരുന്ന ഈ പ്രദേശത്ത് കാരാപ്പറമ്പിൻ്റെ ഈ ഒരു പ്രദേശത്ത് ഈ മലയോര ഹൈവേയുടെ പാർശ്വഭിത്തി ഒരു 6 മീറ്ററോളം ഉയരത്തിൽ കെട്ടിയിരിക്കുന്ന ഈ പാർശ്വഭിത്തി ഇപ്പം പുറത്തേക്ക് തള്ളി പല ഭാഗങ്ങൾ ഇടിഞ്ഞു പുറത്തേക്ക് തള്ളിയായിരുന്നു. കർഷകർ പലപ്പോഴും പറഞ്ഞു ഇതിൽ വെള്ളം ഒഴുകി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഒഴുകി വരുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഒരു കലിങ്കൊണ്ട് അതിൻ്റെ അടുത്ത് പ്രദേശമാണ്. അപ്പോൾ ആ വെള്ളം ഒഴുകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബലവത്തായി ഇത് കെട്ടുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് അതൊന്നും ഈ കോൺട്രാക്ടർമാർ ശ്രദ്ധിക്കാതെ അതൊന്നും ചെവിക്കൊള്ളാതെയാണ് ഇപ്പോൾ ഇത് കെട്ടി. ഇപ്പം അത് തന്നെ കഴിഞ്ഞ മഴക്കാലത്ത് അത് ആ വെള്ളം ഇടിഞ്ഞ് ഒരു ഭാഗം ഇടിഞ്ഞു, മറ്റൊരു ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്നു.
പിന്നെ ആ തള്ളി നിൽക്കുന്ന പ്രദേശം ഇപ്പം ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കർഷകർ പറയുന്നത് പോലെ തന്നെ ശക്തിയായ വെള്ളം ഒഴുകി വന്നു കഴിഞ്ഞാൽ ഈ പാർശ്വഭിത്തി വീണ്ടും ഇടിഞ്ഞ് റോഡ് തന്നെ ഇല്ലാതാവുന്ന കൃഷിയിടങ്ങൾ ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഈ പാർശ്വഭിത്തി അത് പൊളിച്ചു കെട്ടാനും അതിൻ്റെ ഈ തോട് കെട്ടിക്കൊടുക്കാനും ഇതിനൊക്കെ പ്രൊവിഷൻ ഉണ്ട് എന്നാണ് എസ്റ്റിമേറ്റിനകത്ത് ഇല്ല എന്ന് കോൺട്രാക്ടർമാർ പറയുന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും തുടക്കം മുതൽ തന്നെ ഒരു വേണ്ടത്ര ഇതിൻ്റെ എസ്റ്റിമേറ്റിൽ ഇല്ലാത്ത ഉള്ള പ്രവർത്തികളൊന്നും ചെയ്യാതെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലായിരുന്നു. പ്രവൃത്തി തടയുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഈ അവസരത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു ആക്ഷേപം. കഴിഞ്ഞ വർഷം ഇത് പ്രവൃത്തി പൂർത്തീകരിച്ചു എന്ന് പറയപ്പെടുന്ന ഭാഗത്ത് ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം ഈ ഇതിൻ്റെ കാന നിർമ്മാണം വേണ്ട രീതിയിൽ വേണ്ടുന്ന സ്ഥലത്ത് വേണ്ട രീതിയിൽ നിർമ്മാണം നടത്താതെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതിന് ശാശ്വതമായ പരിഹാരം കാണാൻ അധികാരികൾ ബന്ധപ്പെടണമെന്നാണ്, ഈ പ്രവൃത്തി പൂർത്തീകരിച്ച് നാട്ടുകാരെ സഹായിക്കണമെന്നാണ് ഇവർ പറയുന്നത്. മലയോര ഹൈവേയിൽ നിന്നും KB ഉത്തമൻ.